മാഡം നമ്മളിതുവരെ സംസാരിച്ചത് ടെൻഗി പ്രൊജക്റ്റിലെ റെസിഡൻഷ്യലാണ്. ടെൻഗി പ്രൊജക്റ്റ് വെച്ച് തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാറുണ്ടോ? രാജേഷ്, ടെൻഗി പ്രൊജക്ട്സിൽ ഞങ്ങൾ റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊമേഴ്ഷ്യലിൻ്റെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ മിക്കവരും ഈ ഷോപ്പ് പോലെയുള്ളത് വരുമ്പോൾ ഈ സ്ട്രക്ചർ മാത്രം ചെയ്ത് പോകുന്നതാണ്. അവരുടെ ടെനൻ്റ് ആരാണോ അവരാണ് ബാക്കി ഇൻറ്റീരിയർ പാർട്ട് ചെയ്യുന്നത്. പക്ഷേ ചില കേസിൽ ഞങ്ങൾക്കിപ്പോൾ ലാസ്റ്റിൽ 2022 ഞാൻ കോട്ടയം ഭാഗത്തൊരു ഹോട്ടൽ ചെയ്ത് കൊടുത്തു. അത് ടെൻഗി ആയിരുന്നു. പിന്നെ ലാസ്റ്റ് 2023 ഞങ്ങളൊരു ഓഡിറ്റോറിയം, അത് ടെൻഗി പ്രൊജക്റ്റാണ്. അത് ലക്ഷറി പ്രൊജക്റ്റായിരുന്നു. അത് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ മാന്നാറിൽ ശ്യാമശ്രീ കൺവെൻഷൻ സെൻറ്റർ എന്നത് അറൗണ്ട് 60,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഓഡിറ്റോറിയമാണ്. അത് കൺവെൻഷൻ സെൻറ്ററുമായിട്ട് ഒരു മൾട്ടിപർപ്പസിലാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ടെൻഗി ആയിരുന്നു. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ തൊട്ട് കംപ്ലീറ്റ് ഒരു ലക്ഷറി പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഞാൻ ഇൻവോൾവ് ആയിട്ട് നിന്ന് കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യം, ഒരു വയലേഷനും ഇല്ലാണ്ട് ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ പോലും ഒരു ടിക്ക് വീഴാതെ ആണ് നമുക്ക് അപ്രൂവൽ കിട്ടിയത്. കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും വരിക? കൊമേഴ്ഷ്യലിൻ്റെയും സെയിം പ്രോസസ്സിംഗ് ആണ്. കാരണം ലീഗൽ പ്രൊസീജിയർ അങ്ങനെ തന്നെ പോകും. പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ നോംസ് എല്ലാം മാറും. ടൗൺ പ്ലാനിങ്ങിന് പോകേണ്ടതുണ്ട്, ഏരിയ മാറുമല്ലോ. അപ്പോൾ ടൗൺ പ്ലാനിങ്ങിന് പോകണം. ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് ചെയ്തത് ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ട്രിവാൻഡ്രത്തിൽ പോയി അവിടെ നിന്നാണ് നമുക്ക് അപ്രൂവൽ കിട്ടി, പെർമിറ്റ് കിട്ടി വരുന്നത്. അതിനുശേഷവും ഇതേപോലെ തന്നെ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് നോംസ് പബ്ലിക് ബിൽഡിങ്ങിന് വളരെ സ്ട്രിക്റ്റാണ്. രാജേഷിന് അറിയാമല്ലോ, പലയിടത്തും നമ്പർ കൊടുക്കില്ല, അപ്രൂവൽ കിട്ടില്ല, വയലേഷൻ ഒത്തിരി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കതിൻ്റെ അകത്ത് ക്ലയൻറ്റിന് ഒരു ഹെഡേക്ക് ക്ലയൻറ്റ് അറിഞ്ഞതേ ഇല്ല. കാരണം അവിടെ 2-3 പ്രാവശ്യം ഇവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് അവർ മെഷർമെൻറ്റിന് വരും. അവർ മെഷർ ചെയ്തിട്ട് ഒരു പോയിൻ്റ് പോലും അവർക്കത് മാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. ഒരു ഡ്രോയിങ് ഞങ്ങൾക്ക് പെർമിറ്റിൻ്റെ സമയത്തും ഞങ്ങൾ റിവിഷന് പോയില്ല, കംപ്ലീഷൻ ഞങ്ങൾക്ക് റിവിഷന് പോകേണ്ടി വന്നില്ല. ഒരു സിംഗിൾ വിൻഡോ പോലെ തന്നെ ഞങ്ങൾക്കത് പെർമിറ്റ് കിട്ടി, വയലേഷൻ ഒന്നും കൂടാതെ. അത് അവിടെ തന്നെ വളരെ ഒരു അഭിമാനത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ആക്ച്വലി ടെൻഗി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വിൻഡോ പ്രൊജക്റ്റ് തന്നെയാണല്ലേ? അത് തന്നെ, കറക്റ്റ്. ഞങ്ങളതിനെ പറയുന്ന സിംഗിൾ പോയിന്റ് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, കൊള്ളാം. അതെ. ഓക്കെ.